അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, അനുഗ്രഹത്തിൻ്റെ റമളാനിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്തെ നടുക്കിക്കൊണ്ടിരിക്കുന്ന മാരക വിപത്തിൽ നിന്ന് അള്ളാഹു എത്രയും പെട്ടെന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊരു സാധാരണക്കാരനും പറയും ഹൃദയമാണ്. ഹൃദയത്തിന് ഭയങ്കര സ്ഥാനമാണ് മനുഷ്യ ശരീരത്തിൽ. ഹൃദയമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുകയില്ല. എന്നാൽ ഖുർആനിൻ്റെ ഹൃദയമാണ് സൂറത്തുൽ യാസീൻ. അതിൻ്റെ പ്രത്യേകതയാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇൻഷാ അള്ളാഹ്. ഒരാൾ പകലിൻ്റെ തുടക്കത്തിൽ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ ആവശ്യങ്ങൾ അത് കാരണമായി വീടപ്പെടും. ഒരാൾ സുബഹി നമസ്കരിച്ചതിന് ശേഷം അല്ലെങ്കിൽ പകലിൻ്റെ തുടക്കത്തിൽ ഒരാൾ സൂറത്തുൽ യാസീൻ പാരായണം ചെയ്താൽ അയാളുടെ ഹലാലായ ആഗ്രഹങ്ങൾ ഈ യാസീൻ പാരായണം ചെയ്തത് മുഖേന അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുന്ന നിമിഷം മുതൽ തൊട്ടടുത്ത പ്രഭാതത്തിൽ യാസീൻ ഓതിയിട്ട് വേണം മുസൽമാനായ നമ്മൾ നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലി, നമ്മുടെ മജ്ലിസ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാഗ്രഹത്തിൻ്റെയും മുമ്പിൽ ഇത് ഓതുന്ന പക്ഷം, ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം തന്നെയാണ്, ഏതൊരു ആഗ്രഹം, അതായത് എന്ത് ആവശ്യത്തിന് വേണ്ടി യാസീൻ ഓതിയോ ആ യാസീൻ അതിനു വേണ്ടിയുള്ളതാണ്. എന്ന് വെച്ചാൽ കുട്ടികളില്ലാത്ത ദമ്പതികൾ കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി യാസീൻ ഓതിയാൽ കുട്ടികൾ തീർച്ചയായിട്ടും അള്ളാഹു കുട്ടികളെ യാസീൻ്റെ ബറക്കത്ത് കൊണ്ട് തരും. ജോലിയില്ലാത്തവൻ അത് ഓതിയാൽ അവന് ജോലി കിട്ടും. വരുമാനത്തിൽ കുറവുള്ളവൻ അത് ഓതിയാൽ വരുമാനം കൂടുതൽ കിട്ടും. ഇൻഷാ അള്ളാഹ് സാധുവായ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ് സൂറത്തുൽ യാസീൻ കൊണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവനാണ്. അള്ളാഹു ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നുകരാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പകലിൻ്റെ തുടക്കത്തിൽ തീർച്ചയായും സൂറത്തുൽ യാസീൻ ഓതിയിരിക്കണം. ഇനി മക്ബറയിൽ ഓതിയാൽ, അത് ഏർവാടിയിലാകട്ടെ, ആറ്റാങ്കരയിലാകട്ടെ, ചാത്തനാംകുളം സാദാത്യങ്ങളുടെ മക്ബറയിലാകട്ടെ, നമ്മുടെ തൊട്ടടുത്തുള്ള മറ്റ് പരിസര പ്രദേശത്തുള്ള മക്ബറയിലാകട്ടെ, ഒരു മക്ബറയിൽ ചെന്ന് നാം ഒരു യാസീൻ ഓതിയാൽ അത് ഖബർവാസിക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. സക്കറാത്തിന്റെ സന്ദർഭം യാസീൻ പാരായണം ചെയ്താൽ, ഒരു വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിലെത്തി ഹാലിൽ കിടക്കുകയാണ്, മകൾ അടുത്തിരുന്ന സൂറത്തുൽ യാസീൻ ഓതി കൊടുക്കുകയാണെങ്കിൽ അവന്റെ റൂഹ് മലക്കുകൾ പിടിക്കുന്നത് റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരു പാനീയം കൊണ്ടുവന്ന് കുടിപ്പിച്ചതിന് ശേഷമായിരിക്കും. നമ്മുടെ വീട്ടിൽ ഒരു ഉമ്മാമ, ഒരു ഉപ്പാപ്പ, ഒരു ഉമ്മ, ഒരു വാപ്പ രോഗിയായി കിടക്കുമ്പോൾ മകനോ മകളോ അടുത്തിരുന്ന് യാസീൻ ഓതി കൊടുത്താൽ റിദ്വാൻ അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് ഒരു പാനീയം കൊണ്ട് ഈ മനുഷ്യനെ കുടിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവരുടെ റൂഹിനെ അള്ളാഹു പിടിപ്പിക്കുക. അത് മാത്രമല്ല, ആ റൂഹ് ദാഹം തീർന്ന നിലയിലായിരിക്കും ഖബറിൽ താമസിക്കുന്നത്. മാത്രമല്ല, അമ്പിയാക്കളുടെ ഒരാളുടെയും ഹൗദിലേക്ക് അവന് ആവശ്യം വരുന്നില്ല. ഇത് സൂറത്തുൽ യാസീന്റെ മാത്രം പ്രത്യേകതയാണ്. ഇനി വല്ലവനും മക്ബറയിൽ ചെന്ന് യാസീൻ ഓതിയാൽ അവിടെയുള്ള ഖബറിലെല്ലാം ശിക്ഷ ലഘൂകരിക്കപ്പെടും. ചെറിയ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ തൊട്ടടുത്തുള്ള പള്ളി ചാത്തനാംകുളം സാദാത്യങ്ങളുടെ മക്ബറയിൽ ചെന്ന് ഈ സാധുവായ ഞാനോ നിങ്ങളോ ഒരു യാസീൻ ഓതിയാൽ ആ പള്ളി കാമ്പൗണ്ടിൽ എത്ര കബറാളികളുണ്ടോ ആ കബറാളികൾക്കെല്ലാം ശിക്ഷ ലഘൂകരിക്കപ്പെടും. അത് റൂഹുൽ ബയാനിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ഒരിക്കലും മക്ബറയിൽ പോയി യാസീൻ ഓതുന്നത് അനാചാരമായിട്ട് എൻ്റെ ഉപ്പമാര് സഹോദരന്മാര് കാണണ്ട. അത്തരം കക്ഷികളോട് നമ്മൾ കൂട്ടുകൂടുകയും വേണ്ട. യാസീൻ മക്ബറയിൽ പോയി പുരുഷന്മാർ ഓദിക്കോ. ആ പള്ളി കാമ്പൗണ്ടിലെ എല്ലാ കബറാളികളെയും അന്നത്തെ ദിവസം ശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മുടെ യാസീൻ കൊണ്ട് കഴിയും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് സൂറത്തുൽ യാസീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇൻഷാ അള്ളാഹ് ഇതുപോലെ ഒരുപാട് പ്രത്യേകതകൾ സൂറത്തുൽ യാസീനുണ്ട്. ഇത് മനസ്സിലാക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കും. അതുപോലെ തന്നെ മഗ്രിബിന് ശേഷവും സൂറത്തുൽ യാസീൻ ഓതുക, റഹ്മാൻ ഓതുക, വാഖിഅ ഓതുക, മുൽക്ക് ഓതുക. അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആ വസിയത്തോടെ തൽക്കാലം വിട. അസ്സലാമു അലൈക്കും.